അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഹാദിയ അതാ ജസീറിനെ ചാരി നിൽക്കുകയാണ്. അവളുടെ തോളിൽ അവൻ ഇടയ്ക്കിടെ കൈയിടുന്നുണ്ട്. അതെ, ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയിട്ട്. ക്യാമറ കണ്ണുകളിൽ ആർപ്പു വിളികൾ. തൻ്റെ നെഞ്ചിൽ തൂങ്ങിക്കിടക്കുന്ന ജസീർ എന്നു പേരുള്ള മാലയുടെ ആ ഒരു ലോക്കറ്റ്. അതെ, കഴുത്തിലിട്ട മാലയുടെ തിളക്കത്തിൽ പെണ്ണ് വീണ്ടും ചമഞ്ഞിരിക്കുന്നു. ജസീർ അവളിലേക്ക് ചേർന്ന് നിന്നു. എല്ലാവരും സ്റ്റേജിൽ കയറി തിരിഞ്ഞും മറിഞ്ഞുമുള്ള ഫോട്ടോകൾ, വീഡിയോകൾ, കുടുംബത്തിനൊപ്പം, കൂട്ടുകാർക്കൊപ്പം. ജസീറിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഫോട്ടോയിൽ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു. അതെ, അവളെ സ്വീകരിക്കുവാൻ പൂമാലകളും തോരണങ്ങളും എല്ലാം ഒരുക്കി വലിയൊരു ജനാവലി തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഹാദിയ കയറി വരുന്നത് വലിയൊരു തറവാട്ടിലേക്കാണ്. അതെ, പുളിക്കൽ തറവാട്. അവിടെ പേര് കേട്ട തറവാട്. വലിയ വലിയ ആളുകളെല്ലാം പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. സ്റ്റേജിലെ ഫോട്ടോഷൂട്ട് കഴിയുന്നേയില്ല. അതെ, എല്ലാവരും ഒരുപാട് കുടുംബങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ആ ഡ്രസ്സിട്ട് ഹാദിയ കുഴങ്ങിയെന്ന് തന്നെ പറയാം. 4 മണിക്ക് എൻ്റെ വീട്ടുകാരൊക്കെ എത്തും. അപ്പോഴേക്കും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തേക്കുള്ള ഡ്രസ്സ് ഇട്ട് അണിഞ്ഞൊരുങ്ങണം. അതാണ് പറയുന്നത്. ഒരുവിധം ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മക്കളെ, ഇനി ഓളെ പിടിച്ച് ഞാനൊന്ന് കേറ്റിട്ടകത്തേക്ക്. എത്ര സമയമായി ആ പുറത്തെ സ്റ്റേജിലിങ്ങനെ. മോളെ ഹാദി, വാ. ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ ഉമ്മ അവളെ അതാ വീട്ടിലേക്ക് കയറ്റുവാൻ വേണ്ടി നിൽക്കുന്നു. ഒരു സ്വപ്നത്തിലെന്ന പോലെ അവൾ മിഴിച്ചു നിന്നു. റബ്ബേ, എത്ര ആളുകളുടെ കണ്ണുകളാണ് എൻ്റെ നേർക്ക്. അതെ, പലരും കുശലം പറയുന്നുണ്ട്. ഓനക്ക് പറ്റിയ പെണ്ണ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലിപ്പോൾ എങ്ങനെയല്ലേ, അതിനിടെ ഓൻ അങ്ങനെ ഇങ്ങനെയും പറ്റൂലല്ലോ. എത്രങ്ങാനും തിരഞ്ഞേക്കണ്. ഓൻ പറയും എനിക്ക് പറ്റിയ പെണ്ണ്. അങ്ങനെ എത്ര തിരച്ചിൽ തുടങ്ങിക്കണ്. ആണുങ്ങൾ കുറച്ച് ഗ്ലാമർ ഉണ്ടായാലും കേടന്നെയാണ്. ഓൾക്ക് ഒരു വിധമൊന്നും പറ്റൂല. എന്തൊക്കെ തന്നെയാലും പറ്റിയത് എങ്ങനെ കിട്ടി അറിയില്ലേ. ആളുകളെ വകഞ്ഞു മാറ്റി അതാ ജസീറിൻ്റെ ഉമ്മ സൈനബത്ത മരുമോളെ സ്വീകരിക്കാൻ വന്നു. മോളെ ഹാദി, വാ മോളെ. മരുമോളെ മൊഞ്ചു കണ്ട് ഉമ്മ അടുമുടി ഒന്ന് വീണ്ടും അവളെ തന്നെ നോക്കി നിന്നു. കൈ പിടിച്ചിറക്കുന്നതും ഒപ്പം നിൽക്കുന്നതും മകനെയും മരുമോളെയും ചേർത്ത് നിർത്തുന്നതുമായ പല ഷൂട്ടും പിന്നെയും അവിടെ നടന്നിരുന്നു. അമ്മായിമ്മ കൈപിടിച്ച് അവളെ കൊണ്ടുപോകുന്നതും അതെല്ലാം ഓരോ ഷൂട്ടും വീഡിയോയുമായി നിൽക്കുകയാണ്. ഭംഗിയുള്ള കാഴ്ച കാണുന്ന പോലെ എല്ലാവരുടെയും കണ്ണുകൾ അവളെ തന്നെ നോക്കുന്നു. ഒച്ചയും ബഹളവും തിക്കും തിരക്കും കൂട്ടി പെണ്ണുങ്ങളും ആണുങ്ങളും അങ്ങനെ പെണ്ണിനെ കാണാൻ മുന്നിലേക്ക് കയറി വരികയാണ്. റബ്ബേ, അതെ, എൻ്റെ വീട്ടിൽ തന്നെ അത്യാവശ്യം വലിയ കല്യാണമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകൾ. സത്യം പറഞ്ഞാൽ അവളാകെ തളരുന്ന പോലെ അവൾക്ക് തോന്നി. എത്ര സമയമായി റബ്ബേ എല്ലാവരുടെയും മുമ്പിൽ ഈ നൃത്തം. അതെ, ഹാദിയക്ക് ലജ്ജ കാരണം കൊണ്ട് തല പൊക്കി നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എല്ലാവരെയും നോക്കി അവൾ പുഞ്ചിരിച്ചു. ഇനിയിപ്പോൾ പുഞ്ചിരിക്കാഞ്ഞാൽ അതൊരു പ്രശ്നമായിരിക്കുമോ, പെണ്ണിനെന്തേ അസുഖമുണ്ടോ എന്ന് വരെ പലരും പറഞ്ഞുണ്ടാക്കും. അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ സമയം ജസീർ കണ്ടുപിടിച്ചത് ഒരു ഹൂറ് തന്നെയാണ്. അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായം അങ്ങനെയും കേൾക്കുന്നുണ്ട്. അതും ഹാദിയ കേട്ടു. റബ്ബേ, അതൊന്നും വേണ്ടില്ലായിരുന്നു. എങ്ങനെങ്കിലും ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചിട്ടാൽ തന്നെ മതിയായിരുന്നു. പുറത്ത് ഇത്രയധികം ആളുകളുടെ ഇടയിൽ അങ്ങനെ നിന്നൊന്നും ശീലല്ല. അത് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കാറിൽ പോകും, വരും, പിന്നെ സ്കൂള്, അത്രയൊക്കെ തന്നെ. വലിയ പരിപാടിയിൽ ഞാനങ്ങനെ പങ്കെടുത്തിട്ടുമില്ല. അതെ, എൻ്റെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഉപ്പ അവരില്ലാതെ എങ്ങോട്ട് ഇറങ്ങിയിട്ടുമില്ല. അവളെ അതാ മണിയറയിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ മണിയറയിൽ നിന്നും ഫോട്ടോഷൂട്ട് കഴിഞ്ഞില്ല. അതെ, ജസീറിൻ്റെ കൂടെ ഇരുന്നിട്ട് കൂടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോളിൽ പിടിച്ചിട്ട് അതിനിടയിൽ ജസീർ അവളെ കോരിയെടുത്തിട്ട് അങ്ങനെ പല ഫോട്ടോഷൂട്ടും. സത്യം പറഞ്ഞാൽ അവൾക്ക് മടുത്തു പോയി. ഓ, ഇതൊക്കെ മതിയില്ലേ. എൻ്റെ കല്യാണം വളരെയധികം ഉഷാറായിട്ട് നടക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ഇത് പെട്ടെന്ന് അതാ നാത്തൂൻ അങ്ങോട്ട് കയറി വന്നു. അതെ ജസീറേ, പിന്നെ ഈ ഡ്രസ്സ് അഴിച്ചിട്ട് വേണം അവരൊക്കെ വരുമ്പോഴേക്ക് രാത്രിക്കത്തെ ഫംഗ്ഷനുള്ള ഡ്രസ്സ് മാറ്റാൻ കേട്ടോ. ഇതൊന്ന് രാവിലെ ഇട്ടതല്ലേ. പഠിച്ചോനെ, എനിക്ക് നിസ്കരിക്കണമല്ലോ റബ്ബേ. അല്ലാ, ഞാൻ ളുഹർ നിസ്കരിച്ചിട്ടില്ല. അവർ പെട്ടെന്ന് മാറ്റിയതുകൊണ്ട് അവൾ ക്ലോക്കിലേക്ക് നോക്കി. റബ്ബേ, സമയം അതാ 3.
3:20 10 മിനിറ്റ് ബാക്കി. പഠിച്ചോനെ, എൻ്റെ ലുഹറ് ഇപ്പോൾ കള ആവുമല്ലോ. പെട്ടെന്ന് നാത്തൂൻ അങ്ങോട്ട് വന്നു. ഹാദിയ, ഡ്രസ്സൊക്കെ മാറ്റാട്ടോ. അവൾക്ക് നാത്തൂൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റെ റബ്ബേ, ആ ഡ്രസ്സ് ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് ഊരി മാറ്റിയപ്പോൾ തന്നെ എത്രയോ ഒരു 10-20 കിലോന് കുറഞ്ഞ പോലെ അവൾക്ക് തോന്നി. പഠിച്ചോനെ, ഇത്രയും നേരം ഞാനത് താങ്ങി പിടിച്ച് നിന്നത് എനിക്കേ അറിയുള്ളൂ. അവൾ ആ ബെഡിൽ തളർന്നിരുന്നു. അതെ, ഒന്ന് ഫ്രഷായിട്ട് വേറെ ഡ്രസ്സ് മാറ്റാനുണ്ട്, അവരൊക്കെ ഇപ്പം ഇങ്ങ് എത്തും. അതെ, എനിക്ക് നിസ്കരിക്കണം, സമയം. ഇന്നിപ്പോൾ നിസ്കാരമൊക്കെ വേണോ കല്യാണത്തിൻ്റെ അന്ന്? ഇനിയിപ്പം മേക്കപ്പ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്ന് ഞാൻ വിചാരിച്ചു. അല്ല, അത് എനിക്ക് നിസ്കരിക്കണം. അവൾ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയി ബാത്റൂം കാണിച്ചു കൊടുത്തു. അവൾ മുഖമെല്ലാം ശരിക്ക്. അതെ, ഇനി നല്ലോണം അരച്ചൊന്നും കഴുകണ്ട. ഇനിയിപ്പോൾ ഒരു ബ്യൂട്ടീഷ്യനെ വിളിച്ച് നോക്കാം, കുഴപ്പമില്ല. എന്നാൽ കാരണം ഉണ്ടല്ലോ, ഉള്ളത് തന്നെ. അവൾക്ക് പഠിച്ചോനെ, എൻ്റെ നിസ്കാരം അത് പോവുമല്ലോ എന്നാലോചിച്ചിട്ട് അവൾക്ക് പേടിയായി. ഓൾ നല്ല രീതിയിൽ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകി ഉളുഹെടുത്ത് വന്നു. താത്ത, നിസ്കാരക്കുപ്പായം. എന്നാ ഒരു നിസ്കാരക്കുപ്പായം എടുത്തു കൊടുത്തു. അതെ, ഞാൻ ഈ വാതിലൊന്ന് അടക്കട്ടെ, ആരെങ്കിലും കയറി വന്നാലേ. ഞാൻ ഇവിടെ നിന്നോളെന്നാൾ, നിങ്ങൾ പോവല്ലിട്ടോ. ഇല്ല. നാത്തൂന് കുറച്ചൊക്കെ സപ്പോർട്ടുണ്ട്. വാതിലടിച്ചു, കുറ്റിയിട്ടു. അവൾ നിസ്കരിക്കുന്നത് നാത്തൂൻ നോക്കി വന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കല്യാണത്തിന് എന്നൊക്കെ ആരെ നിസ്കരിക്കാനാ? ഇത്രയും വിലപിടിപ്പുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊക്കെ കഴുകി കളയാറിനാലും ഒരു വേദന ഉണ്ടാവില്ലേ? ഈ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ഇതില്ലേക്കും. മേക്കപ്പൊക്കെ പോയിട്ട് നല്ല ഭംഗിയുണ്ട് പെണ്ണിനെ കാണാൻ. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടുത്തവർക്കൊക്കെ എന്ന് വെച്ചാൽ മേക്കപ്പ് ഇല്ലാതെ പറ്റൂലല്ലോ. അപ്പോൾ തന്നെ നാത്തൂൻ ഒരു ബ്യൂട്ടീഷ്യനെ വിളിച്ചു. ഹലോ, പോയോ? ഇല്ല, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാം സെറ്റും ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് ഒന്നും കൂടി രാത്രിക്കത്തെ ഫംഗ്ഷന് വേണ്ടി ചെയ്യാൻ കേട്ടോ. അവൾ നിസ്കാരത്തിനിടയിൽ അത് കേട്ടു. അല്ലാ. അവളങ്ങനെ സലാം വീട്ടി ദിക്റുകളും ദുആകളും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, അതേ, അതിനൊന്നും നേരമില്ലപ്പോൾ. വാ, നമുക്കൊന്നും കൂടി ഒരുങ്ങാം. അല്ലാ, നോക്കി, അത് ബാങ്ക് ഇപ്പോൾ കൊടുക്കും. ബാങ്ക് കൊടുത്താൽ ഇനിയിപ്പോൾ മഗ്‌രിബിന് ശേഷം ഇപ്പം 4 മണിക്കാണ് ഇവിടുത്തെ ഫംഗ്ഷൻ തുടങ്ങണത്. അവിടുത്തെ ഫംഗ്ഷനല്ല ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ എത്തി തുടങ്ങിയിരിക്കണേ. മണവാട്ടിയാണ് എല്ലാവരും ചോദിക്കണത്. ഈ വേഗം തന്നെ നിസ്കരിക്ക്. ബാങ്ക് കൊടുക്കാൻ ഇനി 5 മിനിറ്റും കൂടി. അപ്പോത്തിന് ഞാനൊന്ന്. അവൾ, മുസ്ഹഫ് ഉണ്ടോ? ഇപ്പം കുട്ടി അതിനൊന്നും നിൽക്കേണ്ട സമയം ഉണ്ടാവില്ലല്ലോ, നമുക്ക് വേഗം. അപ്പോഴേക്കും വാതിലിന് മുട്ട് കേട്ടു. തുറക്ക. അവൾ വാതിൽ തുറക്കുന്നു. അതെ, ഓള് നിസ്കരിക്കുകയാണ്. അത് ശരി. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാ? ആളുകൾ എത്തിത്തുടങ്ങി. ഇനി എന്താ, ഇവിടുത്തെ ഡ്രസ്സൊന്നും ഇടണ്ടേ? രണ്ടും ഇവിടുത്തെ തന്നെയാണ്. പക്ഷേ എന്നാലും ഇതാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ കല്യാണത്തിന് ഡ്രസ്സ് ഇതാണ്, അത് അവിടുത്തെ കല്യാണത്തിനുള്ളത് കൂട്ടിക്കൊണ്ടുവരുമ്പോഴത്. അല്ലാ, ഇനിയിപ്പോൾ എപ്പോഴാ? പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. അവൾ ജവാബ് ചൊല്ലി. അതെ ഹാദിയ, നിസ്കരിച്ചോ? ബാങ്ക് കൊടുക്കണേ. എന്നാൽ നിസ്കരിച്ചോ? അതിനിപ്പോൾ എന്താ ഇനിയിപ്പോൾ അങ്ങനെ ആലോചിക്കാൻ? റബ്ബേ, എന്തൊരു തിടുക്കം. അവൾ വേഗം നിസ്കരിച്ചു. പഠിച്ചോനെ, കുഴങ്ങിക്കണ്. നിസ്കരിച്ച് കുറച്ച് ഇരിക്കാന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നടക്കണില്ല. അപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വീണ്ടും. കഴിഞ്ഞോ? എൻ്റെ റബ്ബേ. എങ്ങനെയൊക്കെയോ അവൾ നിസ്കരിച്ച് സലാം വീട്ടി ആ ബെഡിൽ ഇരുന്നു. എൻ്റെ റബ്ബേ. അതേ, ഒക്കെ റിമൂവ് ചെയ്തില്ലേ? മേക്കപ്പ് റിമൂവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊന്ന് അടിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങൾ കഴുകിയിട്ടുണ്ടെങ്കിലും അംശങ്ങൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു മേക്കപ്പ് ന്യൂ ആയി ചെയ്യുമ്പോഴേ പഴയതെല്ലാം ഒഴിവാക്കണം. നല്ല രീതിയിൽ മുഖമെല്ലാം ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ന്യൂ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകെ കൊളാവും. അപ്പോഴേക്കും അവളെ അവിടെ ഇരുത്തി അവളുടെ മുഖത്തേക്ക് എന്തോ ഒരു സ്പ്രേ ചീറ്റിച്ചു. കണ്ണൊക്കെ നീറുന്ന പോലെ. ഒരു ടിഷ്യൂ പോലുള്ളൊരു സംഭവം എടുത്ത് നന്നായിട്ട് മുഖമെല്ലാം ക്ലീൻ ചെയ്തു. പിന്നീട് ആദ്യം മുതൽ കലാപരിപാടികൾ തുടങ്ങി. അതെ, കഥകളിക്ക് പോകാൻ നിൽക്കണോ എന്നുവരെ അവൾക്ക് തോന്നിപ്പോയി. അവളുടെ മുഖത്തേക്ക് വീണ്ടും അവർ ഓരോ ക്രീമുകൾ വാരിപ്പൊത്തുന്നു. അവൾ ഒന്നും അറിയാതെ കണ്ണടച്ച് കിടന്നു. എന്താ, ഉറങ്ങാണോ? ഇല്ല, അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. തലേ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇനി ഉറക്കക്ഷീണം. എൻ്റെ റബ്ബേ, ആലോചിക്കാൻ കൂടി കഴിയണില്ല.
പെട്ടെന്ന് ജസീർ വന്ന് വാതിലിന് മുട്ടി. ആരാ? ഞാനാണ്. എൻ്റെ കുറച്ച് സാധനങ്ങളൊന്നും എടുക്കാണ്ടായിരുന്നു. ഓ, ഇതെന്താ വീണ്ടും തുടങ്ങിയോ? ആ, നിന്റെ മണവാട്ടി പെണ്ണിനെ ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഫംഗ്ഷൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി അണിയിച്ചൊരുക്കാന്ന് വിചാരിച്ചു. ആ, നല്ല ഉഷാറായിക്കോട്ടെ കേട്ടോ, ഒട്ടും കുറവ് വരുത്തണ്ട, അവൻ പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് അവൻ പോയി. അങ്ങനെ അതാ അവളുടെ മേക്കപ്പുകൾ പൂർത്തിയാക്കി തുടങ്ങുന്നു. ഒരുപാട് ടൈം എടുത്തു. അവൻ്റെ റബ്ബേ, മുഖമൊക്കെ ആകെ ഒരു റോസ് കളറാണ് ഇപ്പോഴുള്ളത്. സാധാരണ സ്കിന്നിൻ്റെ കളറൊന്നുമല്ല. ചുണ്ടുകളെല്ലാം നല്ല രീതിയിൽ ചുവപ്പിച്ച് കണ്ണുകളൊക്കെ എഴുതി പ്രത്യേകമായ രീതിയിൽ അവളോട് കണ്ണ് തുറക്കുവാൻ ആവശ്യപ്പെടുന്നു. അവൾ പതുക്കെ കണ്ണു തുറന്നു. അതിനുള്ളിലേക്ക് ഒരു ലെൻസ് ഇട്ട് കണ്ണിൻ്റെ കളറും മാറ്റി. ശരിക്കും നീലക്കണ്ണുള്ള ഒരു രാജകുമാരിയായി മാറി അവൾ. ബ്യൂട്ടീഷ്യൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ നീലക്കണ്ണുള്ള രാജകുമാരിയായി. ഇത് നോക്കിക്കേ, കണ്ണാടിയിൽ നോക്കിക്കേ. അവൾ നോക്കി. കണ്ണിൽ എന്തൊക്കെ ഒരു തടയുന്ന പോലെ അവൾക്ക് തോന്നുന്നു. റബ്ബേ, ഇതൊക്കെ എന്തിനാ? അതെ, ശരിക്കും ഞാൻ ഒരു പാവക്കുട്ടിയെ പോലെ ആയിട്ടുണ്ട് ഇപ്പോഴ്. പെട്ടെന്ന് ആ റൂമിൽ ഷെൽഫിൽ നിന്ന് അതാ നാത്തൂൻ വലിയൊരു ഡ്രസ്സ് വീണ്ടും വലിച്ചെടുക്കുന്നു. എൻ്റെ റബ്ബേ, എന്താ ഇത്? ശരിക്കും ഗോൾഡൻ കളറിലുള്ള ഒരു ഡ്രസ്സ്, നിറയെ കല്ലും മുത്തും പവിഴങ്ങളും നിറഞ്ഞ രീതിയിലുള്ള ഒരു അറബിക് ഗൗണായിരുന്നു അത്. ബ്യൂട്ടീഷ്യൻ പറഞ്ഞു, ആ, ഇതിട്ട പൊളിക്കും. നേരത്തെ ഡ്രസ്സിനേക്കാളും ഒന്നുകൂടി ഇവൾക്ക് നന്നായിട്ട് ചേരും ചെയ്യും. അങ്ങനെ അത് ആ അറബിക് ഗൗണ്, പഠിച്ചോനെ, അതിൻ്റെ ആ ഒരു ദുപ്പട്ട തന്നെ വല്ലാത്ത വെയിറ്റ് തന്നെയാണ്. അതെ, ഈ അറബിക് ഗൗണ് അത് പ്രത്യേകമായി ഉണ്ടാക്കിച്ചതാണെന്ന് പറഞ്ഞു. അതെ, ഹാൻഡ് വർക്ക് ചെയ്ത് വളരെയധികം മനോഹരമായ രീതിയിൽ അവർ പറഞ്ഞു, ഇത് എന്തായാലും 10-25 കിലോന് ഏറ്റുന്ന പോലെ ഉണ്ടാകും. ബ്യൂട്ടീഷ്യൻ അത് പറഞ്ഞു. അവൾക്ക് വീണ്ടും റബ്ബേ, ഞാൻ ഭാരം പേറി നിൽക്കുകയാണല്ലോ എന്ന് തോന്നി. അങ്ങനെ അതാ അവൾക്കത് അണിയിച്ചു കൊടുത്തപ്പോൾ, ശരിക്കും കണ്ണാടി ഒന്ന് കാട്ടിക്കൊടുത്തപ്പോൾ പറഞ്ഞു, ആ, ശരിക്കും മനോഹരമായിരിക്കുന്നു കേട്ടോ. നീലക്കണ്ണുള്ള രാജകുമാരി ഇപ്പോഴാണ് ആയത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. മുടിയെല്ലാം പ്രത്യേകമായ രീതിയിൽ കെട്ടി അതിനു മേലൂടെ ആ ഒരു ദുപ്പട്ട ഇട്ടപ്പോൾ ശരിക്കും ഒരു രാജകുമാരി തന്നെ. അതെ, കൊണ്ടുവന്ന ഡ്രസ്സിനേക്കാൾ അധികം മനോഹരമായിട്ടുണ്ടായിരുന്നു അത്. പക്ഷേ ഷോള് വെറും നെറ്റിൻ്റെ ഒരു ഷാളാണ്. മുടിയാണെങ്കിൽ മുഴുവനായിട്ട് കാണുന്നുമുണ്ട്. അവളുടെ ആ നീളമുള്ള മുടി പ്രത്യേകമായ രീതിയിൽ അവർ കെട്ടി താഴ്ഭാഗത്തേക്ക് അഴിച്ചിട്ട് കുറച്ച് മുന്നോട്ടും ബാക്കിലോട്ടുമായി ഇട്ടതാണ്. ആ വെറുമൊരു നെറ്റ് ഇട്ടപ്പോൾ അവൾക്ക് ഒരു നിമിഷം ആശി ഉസ്താദിനെ ഓർത്തു. പഠിച്ചോനെ, എൻ്റെ ഉസ്താദ് പറഞ്ഞിരിക്കണല്ലോ, എവിടെയായാലും നിങ്ങൾ ഔറത്ത് മറക്കണം എന്നുള്ളത്. മുടിയൊന്നും കാണിക്കരുത്. നിങ്ങളെ ഇനി വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും നടക്കുന്ന പോലെ ആവരുത് എന്ന് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ പഠിച്ചോനെ. എന്നിട്ടിപ്പോൾ അവളുടെ അവസ്ഥ, അവൾ പറഞ്ഞു, ഈ മുടിയൊക്കെ എന്താ മോളെ നീ പറയുന്നത്? പിന്നെ എന്താ, ഈ ഒരു ഗൗണിലേക്ക് ഇങ്ങനെ തന്നെയാണ് മുടിയിടുന്നത് ഭംഗി. മോൾക്ക് നല്ല മനോഹരമായ മുടി കൂടി ഉണ്ടായതുകൊണ്ട് വെപ്പുമുടി വെക്കേണ്ട ആവശ്യം പോലുമില്ല. സാധാരണ ഞങ്ങൾ ബ്യൂട്ടീഷ്യന്മാർ പോകുമ്പോൾ വെപ്പുമുടി കൊണ്ടുവരാറാണ് പതിവ്. കാരണം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ ചെറിയ മുടിയൊക്കെ ആയിരിക്കും ചില ആളുകൾക്ക്. ചില ആളുകളുടെ മുടി രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാൻ നല്ല ചുരുൾമുടികൾ ഗോൾഡൻ കളറിലുള്ളതൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. പക്ഷേ നിനക്കതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഇതിലുണ്ട്, പക്ഷെ എടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നിനക്കിത് തന്നെ നല്ല ഭംഗിയുണ്ട്. അവൾക്ക് അവളുടെ മുടിയെല്ലാം പുറകോട്ടും മുന്നിലോട്ടും ഇട്ടത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. പഠിച്ചോനെ, എനിക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ ആഷി ഉസ്താദിൻ്റെ. അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ. ഇത്ര പെട്ടെന്ന് തന്നെ വാക്ക് ധിക്കരിക്കുന്ന രീതിയിലായല്ലോ. എന്തായാലും നിസ്കാരം റബ്ബെ, ഹസറും ലുഹറും ഞാൻ നിസ്കരിച്ചു. അതും വലിയൊരു ഭാഗ്യം. ഇനി എപ്പോഴാവോ ഇതിൽ നിന്ന് മോചിതയാവുക? എനിക്കറിയില്ല. മഗ്‌രിബ് നിസ്കരിക്കാനൊക്കെ സമ്മതിക്കുമോ അറിയുന്നില്ല. അവൾ പറഞ്ഞു, ഈ മുടിയൊക്കെ ഇങ്ങനെ. അതിനെന്താ മോളെ? നാത്തൂനും അതുതന്നെയാണ് പറഞ്ഞത്. അവൾക്കൊരു വാക്കും മിണ്ടാൻ കഴിഞ്ഞില്ല. അങ്ങനെ അതാ അവളെ ആ കോണിപ്പടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നു. അതെ, ശരിക്കും ഒരു രാജകുമാരി, നീലക്കണ്ണുള്ള രാജകുമാരി വരുന്ന പോലെ ഉണ്ടായിരുന്നു അവളുടെ വരവ്. ശരിക്കും പലരും പറഞ്ഞു, ആ, ശരിക്കൊരു ബാർബി ഗേള് തന്നെ അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്താ മാച്ച്. എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. ജസീറും അതാ പുതുമണവാളനായി ചമഞ്ഞ് വേറെ ഡ്രസ്സിൽ വരുന്നു. ആഹാ, ശരിക്കും രണ്ടാളും മാച്ചാണല്ലോ. അതെ, ഒരു ഗോൾഡൻ കളറിലുള്ള കോട്ടും സ്യൂട്ടുമായിരുന്നു അവൻ ധരിച്ചിരുന്നത്.
രണ്ടുപേരും നല്ല മാച്ച്, രണ്ടുപേർക്കും ഉണ്ടാക്കിച്ചതാണോ എന്നിവരെ തോന്നിപ്പോയി. ശരിക്കും പലരും പറഞ്ഞു, എടി പാവക്കുട്ടിയെ പോലെതാ മണവാട്ടി വരുന്നേ. എല്ലാവരും അത് നോക്കിയൊന്നു ആകാംക്ഷയോടെ. അങ്ങനെ അവിടെയുള്ള ആളുകളെല്ലാം കൂടിക്കഴിഞ്ഞു. അവളുടെ വീട്ടുകാർ എത്തിത്തുടങ്ങി. ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠത്തിമാരും എല്ലാവരും വന്നു. എല്ലാവരെയും സ്വീകരിച്ചിരുത്തി. അവർ ശരിക്കും ഞെട്ടിപ്പോയി. സ്റ്റേജിൽ വളരെയധികം മനോഹരമായ വേഷത്തിൽ ഞങ്ങളുടെ ഹാദിയ മോൾ. ഹാദി, ഹാദി, ആ നിങ്ങളെത്തിയോ? അവരെ കണ്ടപ്പോൾ അവൾ ഒന്ന് കരഞ്ഞു. എന്തിനാ കരയണ്ട. പെട്ടെന്ന് നാത്തൂൻ, അതെ കരയല്ലേട്ടോ, അത്രയും വിലപിടിപ്പുള്ള മേക്കപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്, ഇപ്പം തന്നെ കരഞ്ഞ് കൊളാക്കല്ലേ. പിന്നെ വാട്ടർ പ്രൂഫൊക്കെ ആണ്, എന്നാലും കരഞ്ഞ മുഖത്തിന് ഭംഗി പോവും, ഫോട്ടോയിലൊന്നും രസം കിട്ടൂല. എന്തിപ്പോൾ കരയണത്? അവരെല്ലാവരും ഇവിടെ എത്തിയില്ലേ. സന്തോഷത്തോടെ എല്ലാവരും ഹാദിയുടെ കൂടെ അവിടെ നിന്നും ഫോട്ടോ എടുത്തു. ജ്യേഷ്ഠത്തിയുടെ മക്കളും എല്ലാവരും വന്നു, ഉപ്പയും ഉമ്മയുമൊക്കെ. മോളെ ഹാദി, എന്ത് രസമാടി നിന്റെ ഇത് കാണാനല്ല, നിന്റെ കണ്ണിൻ്റെ കളറൊക്കെ മാറിയിരിക്കണല്ലോ, ഉമ്മ പറഞ്ഞു. അതുമ്മ ലെൻസ് വെച്ചതാണ്. ഓൾക്ക് ഒന്നും പറ്റണില്ല, ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഉണ്ടാവുമെന്ന്, പറ്റണില്ലായിരുന്നല്ലോ. എന്തൊക്കെ തന്നെയാലും ഇവിടെ എത്തിയപ്പോൾ ശരിക്കും രാജകുമാരി നയിക്കണം കേട്ടോ. പെട്ടെന്ന് ജസീർ അവളുടെ അരികിലേക്കെത്തി. അതെ, മരുമകനെ കണ്ടപ്പോൾ ശരിക്കും ആ ഉമ്മയും ഉപ്പയും സന്തോഷിച്ചു. റബ്ബേ, എൻ്റെ മോൾക്ക് പറ്റിയ ഒരു മോൻ തന്നെയാണ് അവന്. ശരിക്കും അവർ രണ്ടുപേരും വീണ്ടും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഫാമിലിയോടൊത്തൊക്കെ കഴിഞ്ഞു. ഭക്ഷണത്തിനുള്ള സമയമായി. എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു. പല പല ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. അത് ശരിക്കും പല രീതിയിലുള്ളത്, റൈസുകൾ തന്നെ പലവിധം, അതിനിടയിൽ പല രീതിയിലുള്ള പലഹാരങ്ങൾ കാര്യങ്ങൾ, പിന്നെ ചിക്കൻ, ഫിഷ്, ബീഫ്, കല്ലുമ്മക്കായ, കൂന്തൾ, അങ്ങനെ പല പല വെറൈറ്റി ഐറ്റംസിലുള്ള വേറെയും ഫുഡ് ഐറ്റംസുകൾ. ശരിക്കും കല്യാണപ്പന്തലിൽ തന്നെ ഫുഡിൻ്റെ ഐറ്റംസിനായിട്ട് ഒരു ഏരിയ തന്നെയുണ്ട്. ആ ഏരിയ മുഴുവൻ പല രീതിയിലുള്ള പലഹാരങ്ങൾ പൊരിച്ചു കോരുന്നു, സ്വീറ്റ് ഐറ്റംസ്, അങ്ങനെ ആഡംബരപൂർണമായ കല്യാണം എന്ന് തന്നെ പറയാം. അതിനിടയിൽ ജസീറിൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളും വരുന്നുണ്ട്. അതിൽ ലേഡീസും ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ അതേ കളർ ഓഫ് വൈറ്റിലെ അതിമനോഹരമായ സാരി എടുത്ത വെളുത്തു മെലിഞ്ഞ ഒരു ഉയരമുള്ള സ്ത്രീയും അങ്ങോട്ട് വന്നു. അതെ, ജസീറിൻ്റെയും മണവാട്ടിയുടെയും കൂടെ അവരും ഫോട്ടോ എടുത്തു ഒരുപാട് തവണ. മണവാട്ടിക്കും ജസീറിനുമെല്ലാം കൺഗ്രാജുലേഷൻസ് പറഞ്ഞു, ഗിഫ്റ്റെല്ലാം കൊടുത്തു, ഭക്ഷണമെല്ലാം കഴിക്കുവാൻ വേണ്ടി പോയി. അങ്ങനെ സമയം രാത്രിയായി തുടങ്ങി. മഗ്‌രിബിൻ്റെ നേരായി. പഠിച്ചോനെ, എനിക്ക് നിസ്കരിക്കണമായിരുന്നു, പക്ഷേ ആളുകളുടെ തിരക്കാണ്. റബ്ബേ, ഞാൻ എങ്ങനെ പോവാ? ഒരു നിമിഷം അവൾ നാത്തൂനോട്, അതെ താത്ത, മഗ്‌രിബ് വാങ്ങി കൊടുത്തു. എൻ്റെ പൊന്നാര പെണ്ണെ, ഈ ഒന്ന് അടങ്ങിക്ക്, ആളുകൾ വരുന്ന തിരക്കാണ്, നീ അല്ലാഹ് വീട്ടാ അതൊക്കെ, അല്ല അപ്പം എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോയി നിസ്കരിച്ച് എല്ലാവരും എന്നെ കാണാൻ അങ്ങോട്ട് വരും. അതെ, ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നിസ്കാരം കാര്യങ്ങളും ഒന്നും ആളുകൾക്ക് വിഷയമല്ല. അങ്ങനെ രാത്രി ആയി തുടങ്ങി. മോളെ, എന്നാൽ ഞങ്ങൾ പോട്ടെ, ഉമ്മ പറഞ്ഞു. ഉപ്പയും മോളെ, അതെ, ഉപ്പയെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു. ഉമ്മയെയും ഇത്താത്തമാരും എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ? മോളെ എല്ലാം കഴിച്ചു, മാഷാ അല്ലാ, വലിയ കല്യാണം, നല്ല ഉഷാറാണ് കേട്ടോ. എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങി. മഗ്‌രിബ് തെറ്റി. അത് ഷഫഖുൽ അഹ്മർ മാഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം അവളുടെ മനസ്സ് വേദനിച്ചു. എൻ്റെ മഗ്‌രിബ് നഷ്ടപ്പെട്ടല്ലോ. എന്തായാലും ഇഷായിലേക്ക് സമയം ഏറെയായി. ഇഷാ ബാങ്ക് കൊടുത്തു. ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി. ഡ്രസ്സൊന്ന് അഴിച്ചിടാൻ വേണ്ടി. അതെ ഇത്താത്ത, ഡ്രസ്സ് ആയിട്ടില്ല മോളെ, ഇവിടുത്തെ ഫാമിലിയൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇനിയും ഫോട്ടോ എടുക്കാനുണ്ട്, പിന്നെ എല്ലാവരും നിന്നെ കണ്ടോട്ടെ, ഈ രീതിയല്ല കാണേണ്ടത്. അല്ല, ഇനിയിപ്പോൾ വീട്ടിലത്തെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറച്ചും കൂടി കഴിയട്ടെ കേട്ടോ. നാത്തൂന് അധികം സ്ട്രോങ് ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞു. അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അത് അനുസരിച്ചു. ജസീർക്കയും ഫ്രണ്ട്സുകളും അവിടെ ആർപ്പുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നിടത്തും എല്ലായിടത്തും അവരുടെ ഓരോ ഷോകൾ ഉണ്ട്. പെട്ടെന്ന് നാത്തൂൻ വന്നു. നീ ഭക്ഷണം കഴിച്ചില്ല? അവരുടെ കൂടെ ഇരുന്നിരുന്നോ? എന്നാൽ പിന്നെ ഇനി ഡ്രസ്സ് മാറ്റിയിടാട്ടോ. എൻ്റെ റബ്ബേ, സമാധാനം. അങ്ങനെ നാത്തൂനും ഹെൽപ്പ് ചെയ്തു അവൾക്ക് ആ വലിയ ലെഹങ്ക ഊരി കൊടുക്കുവാൻ വേണ്ടിയിട്ട്. എൻ്റെ റബ്ബേ, എന്തൊരു വെയിറ്റാലേ,
ആ എന്ത് ചെയ്യുക, കല്യാണത്തിന് പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ, എന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സിമ്പിൾ വേഷമല്ലേ, ഇനി നമ്മളിഷ്ടം. കല്യാണം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ അല്ലേ, അന്ന് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് അണിഞ്ഞൊരുങ്ങണ്ടേ, ഒരുപാട് ആളുകളൊക്കെ എത്തുന്നതല്ലേ. അവൾ ഡ്രസ്സെല്ലാം മാറി പെട്ടെന്ന് ഒലോഹ ചെയ്ത് അതാ നിസ്കരിച്ചു. റബ്ബേ എൻ്റെ കലാഹായ മഗ്‌രിബ്, റഹ്മാൻ നീ പുറത്തു തരണേ, ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ജസീർ അങ്ങോട്ട് കടന്നു വന്നു. ആ എന്താ നിസ്കരിക്കുകയാണോ? അവൾ നാണത്തോടെ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ്, വേണ്ട നിസ്കരിച്ചോളൂ കുഴപ്പമില്ല. അവൻ അവിടെ നിന്നിറങ്ങി. പെട്ടെന്ന് നാത്തൂൻ വന്ന് വിളിച്ചു, ഹാദിയ വാ, നിന്നെ ഉമ്മ വിളിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.